എനിക്കറിയില്ല, അത് നല്ലതാണ്, നല്ലതാണ്. നോക്കട്ടെ, നമുക്ക് എനിക്കറിയില്ല ഏത് രീതിയിൽ അത് നോക്കാം. നമുക്ക് വഴിനിർത്തി വെച്ചാൽ ഏതാ സ്പ്ലെൻഡർ, അങ്ങനെ ഹീറോക്കാര് ലാഭം കൊടുക്കാം. ജോയി മാം, നമ്മൾ ഈ പ്രസ് മീറ്റിന് വരുമ്പോഴും പ്രൊമോഷൻ ഇന്റർവ്യൂസിന് വരുമ്പോഴും നിങ്ങളിപ്പോൾ തന്നെ തിരയുന്നൊരു മുഖമാണ് അമൽദീപ് സാറിന്റെ. പൊതുവെ അദ്ദേഹത്തെ പ്രൊമോഷൻ പരിപാടികളിലോ അല്ലെങ്കിൽ മീഡിയസിന്റെ കയ്യിൽ കിട്ടാറില്ല. ഇതിൽ നിന്നൊക്കെ മുഖം തിരിച്ചറിയും പിന്നിലിഞ്ഞ് നിൽക്കുന്നതിന്റെ ഒരു കാര്യം എന്തായിരിക്കും? പുള്ളി കുറച്ചൊരു അങ്ങനെ ഇച്ചിരി ഷൈ പേഴ്സൺ ആണ്. പിന്നെ ഇതൊക്കെ പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും സിനിമകളിലൂടെ പുള്ളി അത് കൺവേ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കാം ഒരു പക്ഷെ വനൻ കുറച്ചൊരു വിമുഖത കാണിക്കുന്നത്. ചാക്കോച്ചനെ ഒരുപാട് വർഷമായിട്ട് ഒരു അഭിനേതാവായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ചാക്കോച്ചന് എപ്പോഴെങ്കിലും ഒരു സംവിധായകനാവണമെന്ന് ആഗ്രഹമുണ്ട്? അങ്ങനെ ആകാൻ ചാൻസ് ഉണ്ട്? എനിക്ക് എന്തെങ്കിലും കാര്യത്തിൽ 100% ഉറപ്പുണ്ടെങ്കിൽ ഞാൻ സംവിധായകനാവില്ല എന്നുള്ള കാര്യത്തിലാണ്. അങ്ങനത്തെ രീതിയിലുള്ള യാതൊരു ദുരുദ്ദേശവും എനിക്കില്ല, അതിമോഹമില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ കാണുമെന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു അംഗീകാരമാണ്. കാരണം അത് ആ ഒരു രീതിയിൽ ആ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. സോ താങ്ക് യു ഫോർ ദാറ്റ് ആൻഡ് ഹോപ്പ് ഈ സിനിമയിലൂടെ ഇനി വരുന്ന സിനിമകളിലൂടെ അതേ രീതിയിൽ തന്നെ നിങ്ങൾ എൻ്റർടൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലേ.